ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മപ്പാസാണ്. ചട്ട അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നു. തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഇച്ചിരി കട്ട പിടിച്ചിരിക്കുകയാണ്. ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അതിലേക്ക് ചെറുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. സവാള, ഉപ്പ് ചേർക്കുന്ന ഒന്ന് വഴന്ന് വരാൻ വേണ്ടി. അതിലേക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നു. പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടി, ലേശം ഉലുവാപ്പൊടി. അതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൽ കിടന്ന് വേണം ഇത് വേകാൻ, ഈ ചെമ്മീൻ വേകാൻ. എന്നിട്ട് വേണം നമ്മൾ ലാസ്റ്റ് വേണം ഒന്നാം പാൽ ചേർക്കാൻ. ചെമ്മീന് ശകലം ഉപ്പിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടി ഇട്ടൊന്ന് പുരട്ടി വെച്ചതാണ്. ചെമ്മീൻ വേകാൻ 10 മിനിറ്റ് മതി. അത് കൂടുതൽ വെന്താൽ ഇത് റബ്ബർ ബാൻഡ് പോലാവും, ടേസ്റ്റ് ഇല്ലാതാവും. നമുക്കിത് ഒന്ന് തിളച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കണം. അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് കടച്ചെമ്മീനാണ്, നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരാഗ്രഹം മപ്പാസ് വെക്കാം എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ എല്ലാവരും എനിക്ക് ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബ് ഒന്നും ഇല്ല, എല്ലാവരുടെയും സഹായം വേണേ. ഇത് നമുക്കിനി അടച്ചു വെക്കാം കേട്ടോ.
10 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ചെമ്മീൻ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശകല പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി എരിവും ഉപ്പുമൊക്കെ എല്ലാവരുടെയും പാകത്തിന് ചേർക്കുക. നല്ലൊരു മപ്പാസാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ.